Chapter 7 Bachat Ka Jadoo. If you want more videos, please write which class and chapter name in comment box. फैक्ट्री के भोंपू की आवाज़ आ रही थी. ഭോംപു സൈറൻ. ഫാക്ടറിയിൽ നിന്നും സൈറൻ്റെ ശബ്ദം വരുന്നുണ്ടായിരുന്നു. मूंगफली वाला फैक्ट्री के फाटक के बाहर बैठा मूंगफली से भरे लिफाफे सजा रहा था. മൂങ്ഫലി വാല നിലക്കടല വിൽക്കുന്ന ആൾ ഫാക്ടറിയുടെ ഫാട്ടക് ഗേറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ആ നിലക്കടല നിറച്ച് ഒരു കവറിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് അബ് ഉസ്കെ ഗ്രാഹക് ആനെ ഹി വാലേ ഥേ. അവരുടെ കസ്റ്റമേഴ്സ്, ഗ്രാഹക് പറഞ്ഞ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ നിലക്കടല വാങ്ങാനുള്ള ആൾക്കാർ വരാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. തബി കൈ ശ്രമിക് ബാഹർ നിക്കലേ. ഈ സൈറൻ അടിച്ചതും കുറേ അധ്വാനിക്കുന്ന ആൾ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾ, ശ്രമിക് പറഞ്ഞ അധ്വാനിക്കുന്ന ആൾ, ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേ പേര് വെളിയിലിറങ്ങി. കുച്ച് മൂങ്ഫലി വാലേ സെ മൂങ്ഫലി ഖരീദ്നെ ലഗേ ഓർ കുച്ച് ഇധർ ഉധർ ടെഹൽനെ ലഗേ. ചിലവർ ഈ നിലക്കടല വിൽക്കുന്ന ആളുടെ അടുത്തുനിന്ന് നിലക്കടല വാങ്ങി, ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. मूंगफली वाला जल्दी जल्दी सबको मूंगफली के पैकेट पकड़ा रहा था. ഈ നിലക്കടല വിൽക്കുന്ന ആൾ വേഗം തന്നെ എല്ലാവർക്കും നിലക്കടല വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർ പൈസ ലേത്തെ ജാ രഹാ ഥാ. എന്നിട്ട് കാശും വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബീച്ച് ബീച്ച് മേ വേ കേത്താ മൂങ്ഫലി ലേലോ മൂങ്ഫലി. ഇടയ്ക്ക് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയും മൂങ്ഫലി ലേലോ മൂങ്ഫലി. गरम गरम और ताज़ी बुनी मूंगफली ले लो मूंगफली. ചൂടോടെയും വറുത്ത നിലക്കടല വാങ്ങിക്കോളൂ എന്ന് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ജैसे ही मूंगफली वाले का हाथ कुछ खाली हुआ उसने देखा आज राम प्रसाद कुछ उदास खड़ा है. നിലക്കടല കുറച്ചൊക്കെ കഴിയാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം കണ്ടു രാം പ്രസാദ് എന്ന ആൾ സങ്കടത്തോടെ നിൽക്കുന്നത്. രാം പ്രസാദ് റോജ് ഉസ്സെ മൂങ്ഫലി ഖരീദ്താ ഥാ. രാം പ്രസാദ് എന്ന ആൾ ഈ നിലക്കടല വിൽക്കുന്ന ആളുടെ അടുത്തുനിന്ന് എന്നും വാങ്ങുന്നുണ്ടായിരുന്നു. ദോനോ മേ കുച്ച് ജാൻ പെഹച്ചാൻ ഹോ ഗയി ഥി. രണ്ടാളും എന്നും സംസാരിക്കുന്ന കാരണം കുറച്ച് തമ്മിൽ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേ ഏക് ദൂസരെ കാ ഹാൽ ചാൽ ബി പൂച്ച്തേ രഹത്തെ ഥേ. അവർ എന്താ പറയുക, ഒരാളുടെ അടുത്ത് വേറൊരാൾ അവർ തമ്മിൽ സുഖവിവരണവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂങ്ഫലി വാലേനെ പൂച്ച. നിലക്കടല വിൽക്കുന്ന ആൾ ചോദിച്ചു, ക്യൂം ഭൈ രാം പ്രസാദ് ആജ് മൂങ്ഫലി നഹി ലേനി. എന്താ രാം പ്രസാദെ ഇന്ന് നിലക്കടല വാങ്ങണ്ടേ? ഇത്നെ ഉദാസ് ക്യൂ ഹോ. എന്തിനാ ഇത്ര സങ്കടപ്പെട്ട് നിൽക്കുന്നത്? सब ठीक ठाक तो है. എല്ലാം ശരിയല്ലേ? हाँ हाँ कहते हुए राम प्रसाद ने हाथ के पैसे आगे बढ़ाए. हाँ അതെ എല്ലാം ശരി തന്നെയാണ്. എന്നിട്ട് രാം പ്രസാദിൻ്റെ കയ്യിലുള്ള പൈസ നീട്ടിയിട്ട് നിലക്കടല വാങ്ങിച്ചു. का पैकेट देते हुए मूंगफली वाले ने फिर पूछा. നിലക്കടലയുടെ പാക്കറ്റ് കൊടുത്തിട്ട് നിലക്കടലക്കാരൻ ചോദിച്ചു, ഭായ് ക്യാ ബാത് ഹെ മുझे बताते क्यों नहीं. എന്താ കാര്യം, എൻ്റെ അടുത്ത് എന്താ പറയാത്തെ? രാം പ്രസാദ് അൻമനെ സ്വർ മേ ബോല. അൻമന സ്വർ ഉറപ്പില്ലാത്ത സ്വരം അല്ലെങ്കിൽ ഒരു സങ്കടത്തോടെ. മേരാ ബേട്ട മോഹൻ 5वीं കക്ഷാ മേ പ്രഥം ആയാ ഹെ. എൻ്റെ മകൻ മോഹൻ 5ാം ക്ലാസ്സിൽ ഫസ്റ്റാണ് വന്നിരിക്കുന്നത്. വേ ആകെ പഠന ചാഹത്ത ഹെ. അവന് ഇനിയും പഠിക്കണം എന്നാണ് ആഗ്രഹം. മൂങ്ഫലി വാല ബോല. നിലക്കടലക്കാരൻ പറഞ്ഞു, ബധായി ഹോ. വാ യേ തോ ബഡി ഖുഷി കി ബാത് ഹെ. പർ തും ഉദാസ് ക്യൂ ഹോ. ഇത് നല്ല കാര്യമാണല്ലോ, നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? രാം പ്രസാദ് നെ കഹ. അതിന് റിപ്ലൈ ആയിട്ട് രാം പ്രസാദ് പറഞ്ഞു, ഭായ് തും സമജ്തേ നഹി ഹോ. ഇത്നി തോടി സി തൻഖ്വാ മേ സെ ഉസെ പഠാऊं तो परिवार को कहाँ से खिलाऊंगा. നിനക്കെന്താ ഒന്നും മനസ്സിലാവാത്തത്? ഇത്രയും തൻഖ്വാ സാലറി, ഇത്രയും കുറച്ച് തുച്ഛമായ ഈ സാലറിന്ന് ഞാൻ അവനെ പഠിപ്പിക്കുമ്പോൾ ബാക്കി കുടുംബത്തിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് പൈസ കൊണ്ടുവരിക?
തബി ഫാക്ടറി കാ ഭോംപു ഫിർ ബജ ഉഠ. അടുത്ത ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള സൈറൻ പിന്നെയും അടിച്ചു. ഭോജൻ കാ സമയ സമാപ്ത് ഹോ ചുകാ ഥാ. ഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. സബി ഭീത്തർ ജാനെ ലഗെ. എല്ലാവരും ഉള്ളിൽ കയറാൻ തുടങ്ങി. രാം പ്രസാദ് ഭി ചലാ ഗയ. രാം പ്രസാദും പോയി. രാം പ്രസാദ് ഹർ റോസ് മൂംഗ്ഫലി ലേത്ത. രാം പ്രസാദ് എന്നും മൂംഗ്ഫലി വാങ്ങുകയായിരുന്നു. കുച്ച് ദിൻ ബാദ് മൂംഗ്ഫലി വാല ഏക് बड़ा सा मूंगफली का लिफाफा राम प्रसाद के हाथ में थमाते हुए बोला. കുറച്ച് ദിവസം കഴിഞ്ഞ് നിലക്കടലക്കാരൻ ഒരു വലിയ നിലക്കടലയുടെ പാക്കറ്റ് രാം പ്രസാദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ലോ ഭൈ രാം പ്രസാദ് മൂംഗ്ഫലി ലേലോ. ഇന്നാ രാം പ്രസാദ് ഈ നിലക്കടല വാങ്ങിക്കോളൂ. രാം പ്രസാദ് ചോങ്കർ ബോല. ഇത് കണ്ട് ഞെട്ടിയിട്ട് ചോദിച്ചു രാം പ്രസാദ്, ഇത്നി സാരേക്കും, ഇത്രയ്ക്കും എന്തിനാ എനിക്ക്? മൂംഗ്ഫലി. നിലക്കടലക്കാരൻ പറഞ്ഞു, ലേലോ തുമാരി ഹി ഹെ. ഇത് നിൻ്റെ തന്നെയാണ്, വാങ്ങിക്കോളൂ. മേരി കേസെ, എൻ്റെ എങ്ങനെയാവുന്നത്? ഭായ് मैं रोज़ तुम्हारे लिफाफे में से कुछ मूंगफलियाँ निकाल कर इस लिफाफे में इकट्ठी करता रहा. കേക്കു, ഞാൻ എന്നും നിങ്ങളുടെ നിലക്കടല പാക്കറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറൊരു കവറിലേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആജ് ഇത്നി സാരി ഹോ ഗൈ. ഇന്ന് അത് കുറേയായി. മൂംഗ്ഫലി വാല മുസ്കുരാത്തെ ഹുയെ ബോല. നിലക്കടലക്കാരൻ ഇത് ഒരു ചിരിയോടെയാണ് പറഞ്ഞു കൊടുത്തത്. രാം പ്രസാദ് നെ ധ്യാൻ സെ ഉസെ ദേഖ ഓർ പൂച്ച. രാം പ്രസാദ് നിലക്കടലക്കാരനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. തും കെഹ്ന ക്യാ ചാത്തേ ഹോ. നിങ്ങൾ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? മുझे कुछ समझ नहीं आया. എനിക്കൊന്നും മനസ്സിലായില്ല. നിലക്കടലക്കാരൻ അതിന് റിപ്ലൈ കൊടുത്തു, ഭായ് इसी तरह खर्च में थोड़ी थोड़ी कटौती करके तुम अपने बच्चे को പഠാ सकते हो. ഇതുപോലെ തന്നെ നീ എന്നും എന്നും കുറച്ച് കുറച്ച് ഡിഡക്ഷൻ, കൊട്ടൗത്തി പറഞ്ഞാൽ കിഴിവ് അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് നിനക്ക് നിൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും. യേ ഹേ ബച്ചത് കാ ജാദു. ഇത് തന്നെയാണ് ബച്ചത്, സേവിങ്ങിൻ്റെ ഒരു മാജിക്. രാം പ്രസാദ് ബോല, വാഹ് യേ തോ തുമ്നെ ഖൂബ് കഹി. ഇത് നല്ല ഒരു ഐഡിയ ആണല്ലോ. വേ മുസ്കുരാത്ത ഹുവ ഫാക്ടറിക്ക് ഫാട്ടക്കി ഓർ ബഡ് ഗയ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ രാം പ്രസാദ് ഫാക്ടറിയുടെ ഗേറ്റിലേക്ക് പോയി.